അപ്പം രീഡ് കി ഹഡ്ഡി എന്നുള്ള സാമൂഹിക സമസ്യാപ്രധാൻ ഏകാംഗിയുടെ വിശേഷതകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ തുടർച്ച നോക്കാം. रीढ़ की हड्डी एक सामाजिक एकांगी है, इसलिए इसके पात्र हमारे आसपास के लोगों के समान दिखाई देता है. അപ്പോൾ ഇതിലുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ പോലെ കാണപ്പെടുന്നു. ഏകാംഗിമേം കുൽ 6 പാത്ര ഹെ, മൊത്തം 6 കഥാപാത്രം. ഇൻമേ രതൻ കി ഭൂമിക ഗൗൺ ഹെ, ഇതിൽ രതൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, ഒരു വേലക്കാരൻ. അവൻ്റെ റോള് അപ്രധാനമാണ്. ശേഷ്, ഉമ, രാംസ്വരൂപ്, ഗോപാൽ പ്രസാദ് കി പ്രമുഖ് ഭൂമിക ഹെ, ഇവർ 3 ആൾക്കാർക്കും നല്ല റോളാണ് ഇതിൽ ഉള്ളത്. ഏകാംഗി പ്രേമ, ഏകാംഗി മേം എന്നൊരു വാക്കൂടെ ചേർക്കുക. ഏകാംഗി മേം പ്രേമ, ഉമയുടെ അമ്മയുടെ പേരാണ് പ്രേമ. അത് ഇതൊക്കെയുള്ള ഈ വൺ വേർഡിനൊക്കെ ചോദിക്കുക. പിന്നെ ശങ്കർ സഹായക പാത്രവും കെ രൂപമേം ആത്തേഹെ, അവളെ കാണാൻ വന്ന മറ്റേ ഉമയെ കാണാൻ വന്ന പയ്യൻ്റെ പേരാണ് ശങ്കർ. അവരൊന്നും ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല അതിൽ. സമസ്ത ഘടനയും ഉമാക്ക് ഗർദ് ഗർദ് ഘൂംതി ഹെ, എല്ലാ കഥകളും ഉമയെ ചുറ്റിപ്പറ്റിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. और വഹി ഈസ് ഏകാംഗിക്ക് നായിക ഭി ഹെ, അവൾ തന്നെയാണ് ഈ ഏകാംഗിയുടെ നായികയും. ശങ്കർ നാലായക യുവകോങ്ക പ്രതീക ഹെ, യൂസ്ലെസ് ആയിട്ട് വായി നോക്കിയായിട്ട് നടക്കുന്ന ഒരു യുവാവിൻ്റെ പ്രതീകമാണ് ശങ്കർ. ബാക്കി സഭി പാത്ര അപ്നി അപ്നി ഭൂമിക ബഡി കുശൽതാസെ നിർവാക്കിയാകെ, ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും അവരവരുടെ റോള് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. മധ്യവർഗീയ ഭാരതീയ പരിവാർ കോ ലേക്കർ ലിഖാ ഗയ एक नाटक होने के कारण आधुनिक युग का वातावरण है. ഒരിടത്തരം ഭാരതീയ കുടുംബത്തെ വച്ചുകൊണ്ട് എഴുതപ്പെട്ട ഈ നാടകം ഒരു നാടകമായതുകൊണ്ട് ഈ നാടകം ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. ഈ നാടകത്തിൽ ഒരു ആധുനിക കാലഘട്ടത്തിലുള്ള അന്തരീക്ഷമാണ് കാണപ്പെടുന്നത്. ഇനി സംഭാഷണത്തിലേക്ക് പോയാൽ, इस एकांकी का कथोपकथन പാത്രാനുകൂൽ ഏവം സജീവ് ഹെ. കഥോപകഥൻ എന്ന് പറഞ്ഞാൽ സംഭാഷണം. അത് ഓരോ കഥാപാത്രത്തിന് അനുസൃതവും സജീവവുമാണ്. ഇസ്മയും പരിസ്ഥിതിക്ക് അനുസാർ മോഡ ആയ, ചില ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് കഥയിൽ പല മാറ്റങ്ങളും ചില ടേണിംഗ് പോയിൻ്റൊക്കെ ഉണ്ടാവും. രാംസ്വരൂപ് കെ സംവാദ് മേം ഹീൻ ഭാവന और ഗോപാൽ പ്രസാദ് കി ബാത്തോ മേം അക്കട് ഹെ. പെണ്ണിൻ്റെ അച്ഛനാണ് രാമസ്വരൂപ്. അയാളുടെ സംഭാഷണത്തിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അതോടൊപ്പം ഗോപാൽ പ്രസാദ്, ചെറുക്കൻ്റെ അച്ഛൻ, അയാളുടെ വർത്തമാനത്തിൽ ഒരു അഹങ്കാരവും ഉണ്ട്. ശങ്കർ അപ്പനേക്കോ സുയോഗ്യ സിദ്ധ കർത്താ ഹെ, ശങ്കർ വിചാരിക്കുന്നത് അവൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു പയ്യനാണ്. അങ്ങനെ യോഗ്യനായിട്ടാണ് അവൻ തെളിയിക്കാൻ നിൽക്കുന്നത്. ഉമാക്കോ അപ്പനെ പിതാക്കി ഇജ്ജത്ത് കാ ധ്യാൻ ഹെ, ഉമയ്ക്ക് തൻ്റെ അച്ഛൻ്റെ അന്തസ്സിനെ പറ്റിയുള്ള ശ്രദ്ധയുണ്ട്. പരന്തു പരിസ്ഥിതി കി വാസ്തവിക ജാൻകർ ബഹു ഉപൽപ്പെടുത്തി ഹെ, എന്നാൽ ആ ചുറ്റുപാടിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ, സാഹചര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അവൾ തിളക്കിയെന്ന് പറഞ്ഞാൽ അവൾക്ക് കലശലായിട്ടുള്ള ദേഷ്യം വന്നു. ഇസ് ഏകാംഗികാരനെ വ്യംഗ്യാത്മക ശൈലി അപ്പനായി ഹെ, ഈ ഏകാംഗികാരൻ പരിഹാസമായിട്ടുള്ള ഒരു ശൈലിയാണ്, ഒരു സറ്റയറിന് പറ്റിയ, ആക്ഷേപഹാസ്യത്തിന് പറ്റിയ ഒരു ശൈലിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇസ്മേം പര്യാപ്ത അഭിനയശീലത കാ ആദർശ നിഹിത ഹെ, അഭിനയശീലത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇത് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റിയ തരത്തിലാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാഷ ബഡി സരൽ പ്രചലിത് और പാത്രാനുകൂൽ ഹെ, വക്കീൽ ഹോക്കർ പി ഗോപാൽ ചൽത്തി സീധി ഭാഷ കാ പ്രयोग करते हैं. വക്കീലാണെങ്കിലും ഗോപാൽ പ്രസാദ്
പ്രചാരത്തിലുള്ള നല്ല ലളിതമായിട്ടുള്ള ഭാഷ, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. प्रस्तुत एकांकी में नाडाकार का उद्देश्य समाज की उस प्रवृत्ति का खंडन है. സമൂഹത്തിലുള്ള ചില ടെൻഡൻസികളെ ഖണ്ഡിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഏകാംഗികാരൻ ഈ ഏകാംഗി എഴുതിയിട്ടുള്ളത്. ജിസ്മേം ലഡ്കിയോം കി ഷാദി കെ ലിയെ ഭേഡ് ബക്കരിയോം കി തരഹിൽ തൗല ജാത്താ ഹെ. ഇതിൽ പെൺകുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി ഈ ആടുമാടുകളെയൊക്കെ ആടുമാടുകളുടെ നടത്തയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വിലപേശില്ലേ, അതുപോലെ തൂക്കി നോക്കുകയാണ്. ആ തരത്തിലാണ് തൂക്കി നോക്കുക, അളന്നു നോക്കുക. लेखक ने आधुनिक पढ़ी लिखी स्वावलंबी और आत्मगौरव से परिपूर्ण उमा के माध्यम से रूढ़िवादी लोगों को बुरी तरह चपट मारा है. ലേഖകൻ ആധുനിക വിദ്യാസമ്പന്നയായിട്ടുള്ള സ്വാശ്രയശീലമുള്ള ആത്മഗൗരവമുള്ള ഉമ എന്നുള്ള കഥാപാത്രത്തിലൂടെ പരമ്പരാഗതമായിട്ട് ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നല്ല ഭംഗിയായിട്ട് കൊടുക്കുകയാണ്, നല്ല അടി കൊടുക്കുകയാണ് എന്നർത്ഥം. അപ്പനെ പുത്രക്കെ ദോഷവും കോ ഉന്ന ദേഖനെ വാലെ മനുഷ്യപ്പി, തൻ്റെ ആൺമക്കളുടെ ദോഷങ്ങളെ കാണാത്ത മനുഷ്യരും ലഡ്കിയോം കെ ഗുണദോഷവും കി ഛാൻബീൻ കർത്തേഹെ, പെൺകുട്ടികളുടെ ഗുണദോഷങ്ങളെ പരിശോധിച്ച് നോക്കുന്നു. ചെക്കൻ മോശമാണ്, പക്ഷേ എന്നാലും പെണ്ണിൻ്റെ ഗുണദോഷങ്ങളെ പറ്റിയാണ് പരിശോധിക്കുന്നത്. ഐസേ ലോകവും കാ പ്രതിനിധിത്വ ഗോപാൽ പ്രസാദ് കർത്താഹി, ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രതിനിധാനം ചെയ്യുകയാണ് ഗോപാൽ പ്രസാദ് എന്നുള്ള ആ കഥാപാത്രം. ചെക്കൻ്റെ അച്ഛനാണ് അത് ഗോപാൽ പ്രസാദ്. ഉമാക്കെ വ്യക്തിത്വക്കെ സമക്ഷ് ശങ്കർ നഗണ്യഹെ, ഉമയുടെ വ്യക്തിത്വത്തിന് മുന്നിൽ അവളെ കാണാൻ വന്ന ശങ്കർ ഒന്നിനും കൊള്ളരുതാത്തവനാണ്. ജബ് തക്ക് ലഡ്കിയാം സാഹസ് കെ സാത്ത് കുരീതിയോം കാ വിരോധ് നഹി കരേഗി, പെൺകുട്ടികൾ ധൈര്യപൂർവം ഇത്തരത്തിലുള്ള പെണ്ണുകാണൽ പോലെയുള്ള മോശമായിട്ടുള്ള ചില രീതികളെ, പെണ്ണുകാണലല്ല ഉദ്ദേശിക്കുന്നത്, പെണ്ണുങ്ങളെ ഇങ്ങനെ അളന്ന് തൂക്കി അതറിയാമോ ഇതറിയാമോ, നടത്തം ശരിയാണോ, ചിരിക്കുമ്പം കോമ്പല്ലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കില്ലേ പെൺകുട്ടികളെ, അതിനെയൊക്കെ എതിർക്കണം എന്നാണ്. എതിർത്തില്ല എങ്കിൽ തബുൻകി ഹാലത്ത് സുധർ നഹി ശക്തി, അങ്ങനെ എതിർത്തില്ല എങ്കിൽ അവരുടെ അവസ്ഥ ഒരിക്കലും നന്നാവില്ല. अपने को शिक्षित करके कुरीतियों के विरुद्ध लड़ने का संदेश को देना ഏകാംഗിക്കാർ का उद्देश्य है. തൻ്റെ സ്വയം വിദ്യ ആർജിക്കുക, വിദ്യാഭ്യാസം നേടിക്കൊണ്ട് കുരീതികൾക്കെതിരായിട്ട് പോരാടാനുള്ള മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഏകാംഗിക്കാരൻ്റെ ഉദ്ദേശം. ഇസ് പ്രകാർ ഏകാംഗി കലാക്കി ദൃഷ്ടി സേ ഏകാംഗി സഫൽ മാന ജാത്ത ഹെ. ഇപ്രകാരം ഏകാംഗി കലയുടെ ദൃഷ്ടിയിൽ ഇതൊരു ശ്രേഷ്ഠമായിട്ടുള്ള ഏകാംഗി തന്നെയാണ്. കുറച്ച് ഭാഗം നമ്മൾ ആ ബ്രാക്കറ്റ് ഇട്ടില്ലേ, ആ ഭാഗത്ത് ഇത് എഴുതിയാലും മതി കേട്ടോ. ഉമ ഐസി ഹി ഏക് ലഡ്കി ഹെ, ഗോപാൽ പ്രസാദ് ശങ്കർ ഐസെ ബാപ് ബേട്ടെ ഹെ ജിൻകി ദൃഷ്ടി മേ വിവാഹ് കേവൽ ഏക് വ്യാപാർ ഹെ. ചെക്കൻ്റെ അച്ഛൻ്റെയും കാഴ്ചപ്പാടിൽ വിവാഹം ഒരു കച്ചവടമാണെന്നുള്ളതാണ്. ഉൻകെ വിചാർ മേ ലഡ്കി തോ ബിക്നെ കെ ലിയെ രഖി ഗയി മേഷ് കുർസി കെ സമാൻ ഹെ. അവരുടെ അഭിപ്രായത്തിൽ പെൺകുട്ടി എന്ന് പറയുന്നത് വിൽക്കാൻ വച്ചിരിക്കുന്ന മേശ, കസേര ഇവയെ പോലെയാണ്. ലേക്കിൻ ഉമ ആജിക്ക് ഓ ലഡ്കി ഹെ, പക്ഷേ ഉമ ഇന്നത്തെ പുത്തൻ തലമുറയിലെ പെൺകുട്ടിയാണ്. ജോ ഇസ് തരഹ് ബിക്നെ കെ ലിയെ തയ്യാർ നഹി ഹെ, അവൾ അങ്ങനെ വിൽക്കപ്പെടാൻ തയ്യാറാകാത്ത പെൺകുട്ടിയാണ്. അവൾക്കും ചില വ്യക്തിത്വങ്ങളുണ്ട്, വിദ്യാഭ്യാസ സമ്പന്നയാണ് അല്ലേ, അവൾക്കും ചില കാര്യങ്ങൾ പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ സ്വയം വിൽക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത പെൺകുട്ടിയാണ് അവൾ. വഹേക്ക് ജാഗരൂക് അവർ വിചാരശീൽ യുവതിക, സമൂഹം എങ്ങനെയാണ് അതിനെപ്പറ്റിയുള്ള ബോധം ഉള്ള ചിന്താശീലയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഉമാ സബ്കെ സാമനെ ശങ്കർ की असलियत का पर्दाफाश करती है तो बाप और बेटे को हार मानना पड़ता है. ഉമ എല്ലാവരുടെയും മുന്നിൽ ശങ്കരൻ്റെ യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അച്ഛനും മകനും അവിടെ പരാജയപ്പെടുകയാണ്, അവർ പരാജയം സമ്മതിക്കുന്നു. ഈ ഏകാംഗി കെ മാധ്യം സെ
माथुर जी यह बताना चाहते हैं कि समाज को इन घिसे पिटे रीति रिवाजों से मुक्त करने के लिए लड़कियों को साहस के साथ आगे बढ़ना चाहिए. അപ്പം ഈ ഏകാംഗിയിലൂടെ മാഥുർജി ജഗദീഷ് ചന്ദ്രൻ മാഥുർ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു തരികയാണ്. എന്തെന്നാൽ സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള തേഞ്ഞുമാഞ്ഞ രീതി ആചാരമുറകൾ ഇവയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ പെൺകുട്ടികൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. ജബ് തക്ക് ലഡ്കി ദബി രഹേഗി, പെണ്ണിനെ വീട്ടിൽ അമർത്തിക്കഴിഞ്ഞാൽ, അത് അടിച്ചമർത്തിയാൽ, തബ് തക്ക് തബ് തക്ക് ഉസ്കാ ഉഭർന മുഷ്കിൽ ഹെ, അവൾ മുകളിലേക്ക് പിന്നെ വരാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ധൈര്യത്തോടു കൂടി സാമൂഹിക അനാചാരങ്ങളെയൊക്കെ എതിർക്കണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത മറ്റൊരു കഥ ഏകാംഗി പശ്ചാത്താപാണ് കേട്ടോ. പശ്ചാത്താപം അതറിയാമല്ലോ. ഹരിജനങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി എഴുതപ്പെട്ട ഒരു നാടകമാണ് ഇത് പശ്ചാത്താപ്. ഹരികൃഷ്ണ പ്രേമി. श्री हरिकृष्ण प्रेमी हिंदी के नाटककार एवं एकांगीकार के रूप में मशहूर है. गांधीवाद का प्रभाव उनकी रचनाओं में स्पष्ट है. ഗാന്ധിസം അതിൻ്റെ സ്വാധീനം ഹരികൃഷ്ണ പ്രേമിയിൽ കാണാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണാൻ പറ്റും. प्रेमी जी का नाटकीय प्रेरणा की पृष्ठभूमि രാഷ്ട്രീയ ഏകത है. പ്രേമി ജിയുടെ നാടകീയ പ്രേരണയുടെ പശ്ചാത്തലം, അദ്ദേഹത്തിന് നാടകം എഴുതാനുള്ള ആ പശ്ചാത്തലം, അത് ദേശീയ ഐക്യമാണ്. രക്ഷാബന്ധൻ, വിഷ്പാൻ, ഉദ്ധാർ, പ്രതിശോധ്, ആഹുതി ആദി രാഷ്ട്രീയ ഏകത സ്ഥാപിത് കർണേ കെ ഉദ്ദേശ്യ സെ ലിഖേ ഗയെ. ഈ നാടകങ്ങളൊക്കെ ആദി നാടക് അല്ലെങ്കിൽ ആദി ഏകാംഗി നാടകം എന്ന് എഴുതിയാലും മതി കേട്ടോ. തുടങ്ങിയ നാടകങ്ങളൊക്കെ രാഷ്ട്രീയ ഐക്യത്തെ സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ എഴുതപ്പെട്ടതാണ്. मंदिर और बादलों के पार उनके एकांगी नाटकों का संग्रह है. പശ്ചാത്താപ് പ്രേമി ജി കാ ബഹുചർച്ചിത ഏകാംഗി ഹെ, ജിസ്മേം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഏകാംഗിയാണ്. ജിസ്മേം ഹരിജനോം പർ ഹോനെ വാലെ അത്യാചാരോം കാ കരുണ വർണ്ണൻ കിയാ ഗയാ ഹെ. ഇതിൽ ഹരിജനങ്ങളോട് കാണിക്കുന്ന അതിക്രമങ്ങളെ പറ്റി വളരെ സങ്കടത്തോടു കൂടി വർണ്ണിച്ചിരിക്കുകയാണ്, കാരുണ്യത്തോടുകൂടി വർണ്ണിച്ചിരിക്കുകയാണ്. ഏകാംഗിമേ പുരാതൻ രൂഢിവാദിത, പഴയ ആ സമ്പ്രദായങ്ങളുണ്ടല്ലോ, കൺസർവേറ്റിസം, और നവീന പ്രഗതിക്ക് സംഘർഷയ്ക്ക് മാർമിക് അഭിവ്യക്തി. പഴയ ചില ആചാരാനുഷ്ഠാനങ്ങളും പുതിയ പുരോഗമനവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഹൃദയസ്പർശിയായിട്ടാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘർഷങ്ങളെ ഹൃദയസ്പർശിയായിട്ട് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. रथिया एक अछूत कन्या है. कन्हैया अछूत तौतार में लगा हुआ एक कुलीन युवक है. इससे प्रभावित होकर रथिया क्रांतिकारी विचार रखती है. താഴ്ന്ന ജാതിയിൽപ്പെട്ട പെണ്ണാണ് ഇത് രഥിയ. കന്നയ്യ എന്ന് പറയുന്ന യുവാവ് താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള യുവാവാണ്. ഇയാളിൽ ആകൃഷ്ടനായിട്ട് രഥിയ ഒരു വിപ്ലവ ചിന്താഗതിയുള്ളവളായിട്ട് മാറും. രഥിയ മന്ദിർ ജാനാ ചാഹത്തി ഹെ, ലേക്കിൻ മന്ദിർ മേ ഉസ്കാ പ്രവേശ് നഹി ഹോത്ത. രഥിയ ക്ഷേത്രത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവളെ ക്ഷേത്രത്തിലേക്ക് കയറ്റി വിടുന്നില്ല. ജബ് വോ ബീമാർ പടി ജാത്തി ഹെ, അവൾക്ക് അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്ത്, തബ് വൈദ്യജി പഞ്ചകൗടിദാസ് ഉസേ ദേഖ്നെ നഹി ആത്തെ. ഇവൾ അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്ത് ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള, അത് ബ്രാഹ്മണനായിട്ടുള്ള വൈദ്യപണ്ഡിതനായിട്ടുള്ള പഞ്ചകൗടിദാസ് അവളെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നില്ല. വൈദ്യജി കാ ലഡ്ക ബീമാർ പടി ജാത്താ തോ ഏക് ഈസായി ഡോക്ടർ കോ ജോ പഹലെ ഭംഗീദ ബുലാത്താ ഹെ. അപ്പം വൈദ്യൻ്റെ മകന് പെട്ടെന്ന് ഇതുപോലെ കോളറ ആ കാലഘട്ടത്തിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വൈദ്യൻ്റെ മകന് അസുഖം പിടിച്ച സമയത്ത് ഒരു ക്രിസ്ത്യൻ ഡോക്ടറാണ്, അയാൾ ആദ്യം ഒരു സ്കാവഞ്ചറായിരുന്നു, അയാളാണ് വിളിക്കുന്നത്. ജാതിയൊന്നും അറിയാതെ അയാളെ വിളിക്കുകയാണ്. യഹ് സോച്ചിക്കർ വൈദ്യജി കോ ദുഃഖ് ഹോത്താ ഹെ, അല്ല, ജോ പഹലെ ഭംഗി ധ ബുലാത്താ ഹെ, യഹ് സോച്ചിക്കർ വൈദ്യജി കോ ദുഃഖ് ഹോത്താ. പിന്നീട് വൈദ്യന് ദുഃഖം തോന്നിയാണ്, കാരണം താൻ താഴ്ന്ന ജാതിക്കാരനെയാണല്ലോ വിളിച്ചത് എന്നുള്ളത്.
रधिया की माँ जब वैद्य जी के पास आती है तो वे उसे फटकारते हैं. രതിയുടെ അമ്മ വൈദ്യനെ വിളിക്കാനായിട്ട് വരുന്ന സമയത്ത് വൈദ്യൻ അവരെ ശകാരിക്കുകയാണ്. കാരണം രതിക്ക് അസുഖമാണ്. ഡോക്ടർ കോ ഇസ്സെ ഘൃണ ഹോത്തി ഹേ. ഇത് കണ്ടപ്പോൾ ഡോക്ടർക്ക് വെറുപ്പ് തോന്നുകയാണ് വൈദ്യരോട്. വേ രതിയ കോ ദേഖ്നെ ജാത്തെ ഹേ. രതിയെ കാണാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നു. ഇധർ വൈദ്യ ജി കെ ലഡ്കി കി ദശ ഖരാബ് ഹോനെ പർ ഉന്हें ഡോക്ടർ കോ ലേനെ രതിയ കെ ഘർ ജാനാ പഡ്താ ഹേ. വീണ്ടും ഒരു പ്രാവശ്യം വൈദ്യൻ്റെ മകൻ്റെ അവസ്ഥ ശോചനീയമാകുമ്പോൾ, കോളറ ബാധിച്ച് വീണ്ടും അത് മറക്കൊള്ളിക്കുക എന്ന് പറയും, അത് രണ്ടാമത് വീണ്ടും അസുഖം വന്നപ്പോഴത്തേക്ക് അയാൾക്ക് ഡോക്ടറെ വിളിക്കാനായിട്ട് രതിയുടെ വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഡോക്ടർ വഹാം ജാനീസെ ഇൻകാർ കർത്താഹി. പക്ഷേ ഡോക്ടർ അങ്ങോട്ട് പോകാൻ വിസമ്മതിക്കുകയാണ്. രതിയ അവർ ഉസ്കി മാം സിഫാരിഷ് കർത്തി ഹെ. പക്ഷെ അപ്പോൾ രതിയും അമ്മയും കൂടെ എന്ത് ചെയ്തു? അയ്യോ അത് പറ്റില്ല, അങ്ങ് ആ കുഞ്ഞിനെയും പോയി നോക്കണമെന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. അവസാനം വൈദ്യജിക്കോ അപ്പനി കർണി പർ പശ്ചാത്താപം ഉണ്ടാകും. തൻ്റെ പ്രവൃത്തിയിൽ വൈദ്യർക്ക് പശ്ചാത്താപം ഉണ്ടാവുകയും, അതാണ് പശ്ചാത്താപം. പശ്ചാത്താപ് ഏക സാമാജിക ഏകാംഗി ഹെ. ഇത് സാമൂഹിക ഏകാംഗിയാണ്. വർത്തമാൻ സമാജ് കി സമസ്യ ഹി ഏകാംഗി കാ കേന്ദ്ര ബിന്ദു. ഈ ആധുനിക കാലഘട്ടത്തിലെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ഏകാംഗിയുടെ കേന്ദ്രബിന്ദു. कन्हैया और रतिया इस एकांकी के मुख्य पात्र हैं. एक सच्चे समाज सुधारक के रूप में एकांकीकार ने कन्हैया को प्रस्तुत किया है. ഒരു യഥാർത്ഥ സാമൂഹ്യ പരിഷ്കർത്താവ്, സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു യഥാർത്ഥ വ്യക്തി എന്നുള്ള രൂപത്തിൽ ഏകാംഗീകാരൻ കന്നയ്യയെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നാടകക്കാർ സച്ചേ സമാജ് കി കൽപ്പന നാടകക്കാർ एक സച്ചേ സമാജ് കി കൽപ്പന കർത്താ ഹെ. നാടകക്കാരൻ ഈ നാടകത്തിലൂടെ ഒരു യഥാർത്ഥ സമൂഹത്തെ ഭാവനയിൽ കാണുകയാണ്. എങ്ങനെയുള്ള സമൂഹമാണോ അദ്ദേഹം ഭാവനയിൽ കാണുന്നത്? ജോ അത്യാചാർ ഔർ അന്യായ് സെ രഹിതോ. അത്യാചാരങ്ങളോ അന്യായങ്ങളോ ഇല്ലാത്ത ഒരു ആദർശ സമൂഹത്തെയാണ് ലേഖകൻ സങ്കല്പിക്കുന്നത്. രതിയ സ്വതന്ത്ര വിചാർ രഖ്നെ വാലി നയി പീഠി കാ പ്രതിനിധി ഹെ. രതിയ സ്വതന്ത്ര ചിന്താഗതിയുള്ള പുതിയ തലമുറയുടെ ഒരു പ്രതീകമാണ്. समाज में प्रचलित बुरे आचरणों एवं अत्याचारों के विरुद्ध नाटककार जी की जो भावना है यही रतिया की बातों से स्पष्ट है. സമൂഹത്തിൽ പ്രചരിച്ചിരിക്കുന്ന മോശമായിട്ടുള്ള ആചാരങ്ങളെയും അത്യാചാരങ്ങളെയും ഇതിനൊക്കെ എതിരായിട്ട് നാടകക്കാരൻ്റെ ചിന്താഗതി എന്താണോ അത് രതിയയുടെ വർത്തമാനത്തിലൂടെ വ്യക്തമാണ്. അപ്പം ലേഖകൻ്റെ ചിന്താഗതിയാണ് രതിയയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഏകാംഗി കെ ബാക്കി പാത്രോമേ രതിയ കി മാം और पंचगौड़ी दास प्रमुख है. രതിയ കി മാം പുരാനി പീഠി കാ പ്രതീക് ഹെ. പഴയ തലമുറയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് രതിയയുടെ അമ്മ. വഹ് സബ് അപ്പനെ കർമ്മോ കാ ഫൽ സമച്ഛത്തി ഹെ. അവളെല്ലാം തൻ്റെ കർമ്മത്തിൻ്റെ ഫലം ആയിട്ട് കണക്കാക്കുകയാണ്. മുൻകാലഘട്ടങ്ങളിൽ ചെയ്ത പണ്ട് ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ ഫലം കൊണ്ടാണ് നമ്മളിപ്പോഴും താഴ്ന്ന ജാതിക്കാരായിട്ട് ജനിച്ചത് എന്നാണ് ഈ സ്ത്രീയുടെ വിചാരം. പഞ്ചകൗടി ദാസ് ഏക ബ്രാഹ്മൺ വൈദ്യ ഹെ. ഉന്हें അച്യുതോं के प्रति घृणा और अनादर है. അയാൾക്ക് താഴ്ന്ന ജാതിക്കാരോട് വെറുപ്പും അനാദരവുമാണുള്ളത്. ഏകാംഗി के अंत में अपनी करनी पर उन्हें पश्चाताप होता है. ഏകാംഗിയുടെ അവസാന ഭാഗത്ത് തൻ്റെ പ്രവൃത്തിയിൽ അയാൾക്ക് പശ്ചാത്താപം തോന്നുന്നു. രതിയ കി മാങ് കെ പൈരോം പർ പഠനെ കെ ലിയെ വേ തയ്യാർ ഹോത്തെ ഹെ. രതിയയുടെ അമ്മയുടെ പാദങ്ങളിൽ കാൽക്കൽ വീഴാൻ പോലും അയാൾ തയ്യാറാകുന്നു. അന്തുമേ വേ മാനത്തെ ഹെ കി സബ് ലോഗ് ബരാബർ. അവസാനം അയാൾ കണക്കാക്കുകയാണ്, അയാളൊരു കാര്യം അംഗീകരിക്കുകയാണ്, എല്ലാ ആൾക്കാരും തുല്യരാണ്. വ്യക്തി കി മഹാനത ജാതി കെ ആധാർ പർ നഹി. വ്യക്തിയുടെ മഹത്വം ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയല്ല, കർമ്മയ്ക്ക് ആധാർ പർ. ഒരു വ്യക്തിയുടെ മഹത്വം ജാതിയെ ആസ്പദമാക്കിയല്ല, മറിച്ച് അയാൾ ചെയ്യുന്ന കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഡോക്ടർ पंचगौड़ी की पत्नी राम दुलारी, वैद्य जी के साथी, कन्हैया से पढ़ने वाले अच्युत छात्र ആദി സഭി പാത്ര അപ്പിനി അപ്പിനി ഭൂമിക കാ സഫൽ നിർവാഹ കിയ ഹെ. ഇവരെല്ലാവരും അവരവരുടെ റോള് ഭംഗിയായിട്ട് നാടകത്തിൽ അവതരിപ്പിക്കുന്നു, അവരുടെ റോള് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു.
ഇനി ഈ സാമാജിക ഏകാംകികാരനെ കൈ സമസ്യാവും की ओर इशारा किया है. ഇതൊരു സാമൂഹിക നാടകമാണ്. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. അച്ഛൂത്ത് കഹേ ജാനെ ലോഗോ കോ ശിക്ഷ പ്രാപ്ത് കർണെ, താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം നേടാനോ, മന്ദിരോമേ പ്രവേശ് കർണെ, ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ, അവർ ആകെ പഠിനേക്ക അവസരം നഹി ദിയാ ജാത്ത, മുന്നേറാനുള്ള, അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള അവസരം അവർക്ക് കിട്ടുന്നില്ല. ऊंची जाति के वैद्य पंचकौड़ी दास अछूतों की चिकित्सा करने से मना करके अपने अमानवीय व्यवहार का परिचय देते हैं. ഉന്നത ജാതിയിലുള്ള ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട വൈദ്യൻ പഞ്ചകൗടിദാസ് താഴ്ന്ന ജാതിക്കാർക്ക് ചികിത്സ നിഷേധിച്ചുകൊണ്ട് തൻ്റെ മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റത്തെയാണ് അയാൾ അവിടെ വെളിവാക്കുന്നത്. ഇവിടെ ഒരു സെൻറ്റൻസ് കൊണ്ട് എഴുതാനുള്ളതാണ്. इस प्रकार देखें तो ज्ञानार्जन, भगवत दर्शन, अध्ययन, अध्यापन, बीमार का इलाज आदि केवल उच्च वर्ग ही कर सकते हैं. निम्न वर्ग के लिए एक निषिद्ध का. വിദ്യ നേടുക, ഭഗവാനെ ദർശിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, രോഗികൾക്ക് ചികിത്സ, ഇതൊക്കെ ഉന്നത കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ബ്രാഹ്മണ വർഗത്തിൽപ്പെട്ടവർക്കേ അത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാർക്ക് അത് നിഷിദ്ധമായിരുന്നു. അത് ഇതിനിടയിൽ ചേർക്കുക കേട്ടോ. परंतु कुलीन परिवार में जन्म लेने वाले अछूत तोतार के कार्यकर्ता कन्हैया का चरित्र आशा की किरण के रूप में ചിത്രിത किया गया है. കിരൺ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ കുലീന കുടുംബത്തിൽ ജനിച്ച താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കന്നയ്യയുടെ സ്വഭാവം പ്രതീക്ഷയുടെ കിരണമായിട്ട് ഇതിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. लेखक ने परोक्ष रूप में संकेत किया है कि समाज के मनोभाव का सुधर अवश्य होगा. അപ്പോൾ ലേഖകൻ പരോക്ഷമായിട്ട് നമുക്കൊരു സൂചന തരികയാണ്. എന്താണ്? സമൂഹത്തിൻ്റെ മനോഭാവം തീർച്ചയായിട്ടും മെച്ചപ്പെടുക തന്നെ ചെയ്യും. മനുഷ്യ ഭീതർ സെ ചാഹത്താ ഹെ കി അച്ഛൂത്ത് ഭാവന ന ഹോ. ഓരോ മനുഷ്യനും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താണ്? അച്ഛൂത്ത് ഭാവന ന ഹോ, ഒരിക്കലും അയിത്തം ഉണ്ടാവരുത് എന്നാണ്. കിന്തു സമാജ് ഭീരുത വൈസ നഹീം കർണേ ദേത്തി. എന്നാൽ സമൂഹത്തെ പേടിച്ചുകൊണ്ട് ആൾക്കാരും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. രൂഢിയോ കി ജഗടൻ ഹി ബാധ ഹെ. പരമ്പരാഗതമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കുന്നതും മനുഷ്യ ഉന്നതിക്ക് തടസ്സമായിട്ട് വരുന്നു. ഇൻ തഥ്യവും കോ വ്യക്തി കർണ ലേഖക ഉദ്ദേശിക്കുക. ഈ വസ്തുതകളെ വ്യക്തമാക്കുക എന്നുള്ളതാണ് ലേഖകൻ്റെ ഉദ്ദേശം. अछूतोद्धार के द्वारा गांधी जी के सिद्धांतों का പ്രചാർ കർണ ലേഖക ലക്ഷ്യ. താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിലൂടെ ഗാന്ധിജിയുടെ സിദ്ധാന്തങ്ങളെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ലേഖകൻ്റെ ലക്ഷ്യം. ഇനി എൻ്റെ ലാസ്റ്റ് ഖണ്ഡികയിലേക്ക് വന്നാൽ, പശ്ചാത്താപമേ ജാതി കെ നാം पर गर्व करने वाले वैद्य पंचकौड़ी दास के अपने व्यवहारों पर पश्चाताप करने की कथा कही गई. ഈ ഏകാംഗിയിൽ ജാതിയുടെ പേരിൽ അഹങ്കരിക്കുന്ന വൈദ്യ പഞ്ചകൗടിയുടെ തൻ്റെ പെരുമാറ്റങ്ങളിൽ അയാളുടെ പെരുമാറ്റത്തിൽ പശ്ചാത്താപിക്കുന്ന കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛൂത്തോദ്ധാരക്ക് കന്നയ്യ ഭി പശ്ചാത്താപ് കർത്താ ഹെ. അയിത്തോച്ചാടനത്തിന് വേണ്ടി ശ്രമിക്കുന്ന കന്നയ്യയും പശ്ചാത്താപം ചെയ്യണം. അയാൾക്കൊരു പശ്ചാത്താപമുണ്ട്. കാരണം എന്താണ്? കി വഹ് ഊച്ചി ജാതിമേ പൈതാ ഹുവാ ഹെ. താൻ ഉന്നത കുടുംബത്തിൽ ജനിച്ചു പോയല്ലോ എന്നുള്ള പശ്ചാത്താപം. ഉസ്നെ ഏക്ക് സന്ദർഭമേ കഹ. അയാളൊരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, कि अछूतों के उद्धार के काम में लगकर वह एक प्रकार से प्रायश्चित कर रहा है. ഞാൻ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഒരു തരത്തിൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പശ്ചാത്താപദ്വാര. അപ്പം അയാൾക്ക് താൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പയ്യനാണ് ഈ കന്നയ്യ. അപ്പം അയാൾക്ക് പശ്ചാത്താപം എന്താണ്? താൻ ഉന്നത കുടുംബത്തിൽ ജനിച്ചു പോയല്ലോ എന്നുള്ള ഒരു പശ്ചാത്താപം. പശ്ചാത്താപദ്വാര അച്ഛൂത്തോങ്ക ഉദ്ധാർ പി സംഭവ ഹോത്താ ഹെ. പശ്ചാത്താപത്തിലൂടെ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനം അതും സാധ്യമാകും.
इस प्रकार देखें तो एक शीर्षक പശ്ചാത്താപ് भी सभी दृष्टियों से സാർത്ഥക് है. ഇങ്ങനെ നോക്കിയാൽ ഈ ഹെഡിങ്, പശ്ചാത്താപം എന്നുള്ള ഹെഡിങ് എല്ലാ തരത്തിലും അർത്ഥവത്തായിട്ടുള്ള ഒരു ഹെഡിങ് തന്നെയാണ്. അപ്പോൾ ഇത് ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ എസ്സേകളും ഒരു പിന്നെ ഏകാംഗി കലാക്കി ദൃഷ്ടി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 15 മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതത്തക്കതാണ്. പിന്നെ സീമാരേഖ നമ്മൾ ആ നോട്ടിൽ ഉള്ളത് തന്നെ പഠിച്ചാൽ മതി, അതിൽ നിന്ന് എഴുതാൻ പറ്റും കേട്ടോ. അപ്പം ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അഭിനവേകാംഗി എല്ലാം കഴിഞ്ഞിരിക്കും.